വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ലാബിൽ ചോദിക്കുന്ന വൈവ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ആദ്യം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് OSI എന്നുള്ളതാണ്. OSI എന്താണെന്നുള്ളത് നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. OSI റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർ കണക്റ്റഡ് റെഫറൻസ് മോഡൽ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 7 ലെയേഴ്സ് വരുന്നുണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ വൈവ ക്വസ്റ്റ്യൻ ഇത് ചോദിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഓർഡറിൽ ഈ 7 ലെയേഴ്സ് പറഞ്ഞിട്ട് അതിൻ്റെ ഫങ്ഷൻസ് പറയണം. നമ്മുടെ ഫസ്റ്റ് ലെയറാണ് ഫിസിക്കൽ ലെയർ എന്നുള്ളത്. ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റോ ബിറ്റ്സിനെ കേബിൾസ് അല്ലെങ്കിൽ സിഗ്നൽസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷൻ. ഇനി രണ്ടാമത്തെ ലെയറാണ് ഡേറ്റ ലിങ്ക് ലെയർ. അതായത് അവിടെ വരുന്നതാണ് എറർ ഡിറ്റക്ഷൻ, ഫ്രെയിമിംഗ്, മാക് അഡ്രസ്സിങ്. ഇതൊക്കെയാണ് ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇനി തേർഡ് ലെയറാണ് നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത്. റൂട്ടിംഗ്, IP അഡ്രസ്സിങ് ഇതെല്ലാമാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷൻസ്. ഇനി നാലാമത്തെ ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ഇവിടെ റിലയബിൾ ആയിട്ടുള്ള ഡെലിവറി, അതേപോലെ തന്നെ ഫ്ലോ കൺട്രോൾ ഇതെല്ലാമാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ്. ഇനി സെക്ഷൻ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആ എസ്റ്റാബ്ലിഷ് ചെയ്ത സെക്ഷനെ മാനേജ് ചെയ്യുന്നതും അതേപോലെ തന്നെ ടെർമിനേറ്റ് ചെയ്യുന്നതും ഇതൊക്കെയാണ് സെക്ഷൻ ലെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇനി നമ്മുടെ ആറാമത്തെ ലെയറാണ് പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. അവിടെ വരുന്ന ഫങ്ഷൻസ് ആണ് ഡേറ്റ എൻക്രിപ്ഷൻ, കംപ്രഷൻ, ട്രാൻസ്ലേഷൻ എന്നൊക്കെ ഉള്ളത്. ഇനി ഏഴാമത്തെ ലെയറാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ. അതായത് യൂസറിന് നെറ്റ്വർക്ക് സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ലെയറാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ. അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ TCP/IP ലെയേഴ്സ് ആൻഡ് OSI ലെയേഴ്സ് എന്നുള്ളത്. OSI മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 7 ലെയേഴ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ TCP/IP മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും 4 ലെയേഴ്സ് ആണ് അവിടെ വരുന്നത്. OSI മോഡൽ ഒരു തിയററ്റിക്കൽ മോഡലാണ്. TCP/IP മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ മോഡലാണ്. OSI മോഡലിൽ സെക്ഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ലെയേഴ്സ് ഉണ്ട്. ഇനി TCP/IP മോഡലിൽ ഈ 2 ലെയേഴ്സും ആബ്സെൻ്റ് ആണ്. പിന്നെ OSI മോഡൽ ഡെവലപ്പ് ചെയ്തത് ISO ആണ്, അതായത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. ഇനി TCP/IP മോഡൽ ഡെവലപ്പ് ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ്. OSI മോഡൽ എന്ന് പറയുന്നത് മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. TCP/IP മോഡൽ എന്ന് പറഞ്ഞാൽ സിംപ്ലർ മോഡലാണ് ആസ് കമ്പയർഡ് ടു OSI മോഡൽ. ഇനി മൂന്നാമത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ TCP ആൻഡ് UDP എന്നുള്ളത്. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ. TCP കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, UDP എന്ന് പറഞ്ഞാൽ കണക്ഷൻ ലെസ് ആണ്. TCP ആണ് മോർ റിലയബിൾ, UDP എന്ന് പറഞ്ഞാൽ അൺറിലയബിൾ ആണ്. അതേപോലെ തന്നെ TCP സ്ലോവർ ആണ്, പക്ഷേ UDP എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ആണ്. അക്നോളജ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് TCPയിൽ, പക്ഷേ UDPയിൽ അങ്ങനെ ഒരു അക്നോളജ്മെൻറ്റും യൂസ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HTTP, FTP ഒക്കെയാണ് വരുന്നത്. HTTP എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. ഇവിടെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ വീഡിയോ സ്ട്രീമിംഗ്, DNS ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് കേട്ടോ. അതേപോലെ തന്നെ ഓൺലൈൻ ഗെയിമൊക്കെയാണ് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോളിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കണക്ഷൻ ലെസ് ആൻഡ് കണക്ഷൻ ഓറിയൻറ്റഡ് കണക്ഷൻ എന്നുള്ളത്. കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കണക്ഷൻ സെറ്റപ്പ് നീഡഡ് ആണ്. ഇനി കണക്ഷൻ ലെസ്സിൽ നോ സെറ്റപ്പ് നീഡഡ്. ഇനി കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മോർ റിലയബിൾ ആണ്. കണക്ഷൻ ലെസ് എന്ന് പറയുമ്പോഴത്തേക്കും ലെസ് റിലയബിൾ ആണ്. ഓർഡർ ഡെലിവറി ആണ് കണക്ഷൻ ഓറിയൻറ്റഡിലുള്ളത്, എന്നാൽ കണക്ഷൻ ലെസ്സിൽ നോ ഗ്യാരൻറ്റി ഓഫ് ഓർഡർ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ TCP കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, UDP എന്ന് പറയുന്നതാണ് കണക്ഷൻ ലെസ്സിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മെൻ ബൈ സബ്നെറ്റ് എന്നുള്ളത്. സബ്നെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലാർജ് നെറ്റ്വർക്കിൽ നിന്നും സ്മോളർ ഡിവിഷൻ ഓഫ് നെറ്റ്വർക്ക്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്നെറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സബ്നെറ്റ് നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസും സെക്യൂരിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മെൻ ബൈ ഗേറ്റ് വേ എന്നുള്ളത്. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. അത് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സിനെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ തമ്മിലുള്ള
കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ആൻ IP അഡ്രസ്സ് എന്നുള്ളത്. IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ലോജിക്കൽ അഡ്രസ്സാണ്. അത് ഒരു ഡിവൈസിൻ്റെ നെറ്റ്വർക്കിനാണ് അസൈൻ ചെയ്യുന്നത്, ആ നെറ്റ്വർക്കിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് MAC അഡ്രസ്സ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. MAC അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സാണ്. അത് ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിനാണ് അസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി അത് കഴിഞ്ഞ് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ റോ സോക്കറ്റ് എന്നുള്ളത്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് വിത്തൗട്ട് ട്രാൻസ്പോർട്ട് ലെയർ പ്രോസസ്സിംഗ് ഇല്ലാതെ തന്നെ ഈ റോ സോക്കറ്റ് ഡയറക്റ്റ് പാക്കറ്റ്സ് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എ ഫോർക്ക് കമാൻഡ് എന്നുള്ളത്. ഫോർക്ക് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം കോളാണ്. അത് യുണിക്സ് അല്ലെങ്കിൽ ലിനക്സിലാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് എ ന്യൂ ചൈൽഡ് പ്രോസസ്സ്, പുതിയൊരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കോളാണ് എന്ത്, ഫോർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യനാണ് വൈ IP അഡ്രസ് ഈസ് റിക്വയർഡ് വെൻ വി ഹാവ് MAC അഡ്രസ്. നമ്മുടെ കയ്യിൽ MAC അഡ്രസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് IP അഡ്രസ്സിൻ്റെ ആവശ്യം എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് MAC അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലോക്കൽ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലാണത് വർക്ക് ചെയ്യുന്നത്. ഇനി IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഫറൻറ്റ് നെറ്റ്വർക്ക്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവത്തുള്ളൂ. ആ ഡിഫറൻറ്റ് നെറ്റ്വർക്ക്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളവിടെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസാണ് റൗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് മെൻ ബൈ പോർട്ട് എന്നുള്ളത്. പോർട്ട് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ എൻഡ് പോയിൻ്റ് ആണ്. അത് ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ HTTPയിൽ നമ്മൾ പോർട്ട് 80 ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ എഫെമറൽ പോർട്ട് നമ്പേഴ്സ് ആൻഡ് വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് എന്നുള്ളത്. വെൽ നോൺ പോർട്ട്സ് എന്ന് പറയുന്നത് 0 to 1023 വരെയാണ് വരുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് സർവീസസിലാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ HTTP 18 എന്നുള്ളത് നമ്മുടെ വെൽ നോൺ പോർട്ട്സിന് എക്സാമ്പിളാണ്. ഇനി എഫെമറൽ പോർട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പററി പോർട്ട്സ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി ക്ലയൻസിൽ അസൈൻ ചെയ്യുന്ന പോർട്ട്സ് ആണ് എഫെമറൽ പോർട്ട്സ് എന്ന് പറയുന്നത്. യൂഷ്വലി അത് 49,152 എബോ ആയിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എ സോക്കറ്റ് എന്നുള്ളത്. ഒരു നെറ്റ്വർക്കിൽ 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള എൻഡ് പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് വാട്ട് ആർ ദി പാരാമീറ്റേഴ്സ് ഓഫ് സോക്കറ്റ്. സോക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന പാരാമീറ്റേഴ്സാണ് ഡൊമൈൻ, ടൈപ്പ്, പ്രോട്ടോക്കോൾ. ഡൊമൈൻ എന്ന് പറയുന്നത് അഡ്രസ് ഫാമിലിയാണ്. അത് നമ്മൾ AF_INET എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ആണ്. അത് സോക്സ് സ്ട്രീം ഉണ്ട്, അതേപോലെ തന്നെ സോക്സ് ഡീഗ്രാം ഉണ്ട്. ഇനി പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടോക്കോൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് TCP അല്ലെങ്കിൽ UDP ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഡിസ്ക്രൈബ് ബൈൻഡ്, ലിസൺ, അക്സെപ്റ്റ്, കണക്ട്, സെൻഡ് ആൻഡ് റിസീവ് എന്നുള്ളത്. ബൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സോക്കറ്റിൻ്റെ അഡ്രസ്സും പോർട്ടും അസൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ലിസൺ യൂസ് ചെയ്യുന്നത് കണക്ഷൻ റിക്വസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്സെപ്റ്റ് യൂസ് ചെയ്യുന്നത് ഇൻകമിങ് ആയിട്ടുള്ള കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യാനും. ഇനി കണക്റ്റ് യൂസ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷസ് കണക്ഷൻ വിത്ത് സെർവറായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ കണക്റ്റ് യൂസ് ചെയ്യുന്നത്. സെൻഡ് യൂസ് ചെയ്യുന്നത് ഡേറ്റ സെൻഡ് ചെയ്യാനും. റിസീവ് യൂസ് ചെയ്യുന്നത് ഡേറ്റ റിസീവ് ചെയ്യാനുമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ സിസ്റ്റം കോൾസ്, മെൻഷൻ ഫ്യൂ ഓഫ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ആണ് യൂസ്ഡ് ബൈ പ്രോഗ്രാംസ് ടു റിക്വസ്റ്റ് സർവീസസ് ഫ്രം ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും സർവീസസ് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ സിസ്റ്റം കോൾസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഫോർക്ക്, റീഡ്, റൈറ്റ്, ഓപ്പൺ, ക്ലോസ് ഇതെല്ലാം സിസ്റ്റം കോൾസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് IPC, മെയിൻ 3 ടെക്നിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. IPC എന്ന് പറയുന്നത് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് പ്രോസസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യാനാണ് IPC യൂസ് ചെയ്യുന്നത്. അവിടെ വരുന്ന 3 ടെക്നിക്സ് ആണ് പൈപ്പ്, മെസ്സേജ് ക്യൂ, ഷെയർഡ് മെമ്മറി എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ഈസ് BGP.
BGP എന്ന് പറഞ്ഞാൽ ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോക്കോൾ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു പാത്ത് വെക്റ്റർ റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ഓട്ടോണോമസ് സിസ്റ്റംസിൻ്റെ ഇടയിലാണ് ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് വാട്ട് ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോൾ ഈസ് OSPF എന്നുള്ളത്. OSPF എന്ന് പറയുന്നത് ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്നുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോക്കോളാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ARP ആൻഡ് RARP എന്നുള്ളത്. ARP എന്ന് പറഞ്ഞാൽ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. RARP എന്ന് പറഞ്ഞാൽ റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ ആണ്. ഇതിൽ ARP എന്താ ചെയ്യണമെന്ന് വെച്ചാൽ MAC അഡ്രസ്സിനെ കണ്ടുപിടിക്കും. എന്തിൽ നിന്നും? IP അഡ്രസ്സിൽ നിന്നും. RARP എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, IP അഡ്രസ്സിനെ കണ്ടുപിടിക്കും MAC അഡ്രസ്സിൽ നിന്നും. ARP ആണ് കോമൺലി യൂസ്ഡ്. RARP എന്ന് പറഞ്ഞാൽ റെയർലി യൂസ്ഡ് ആണ്. അപ്പോൾ ഇതെന്തായിരുന്നു? IP അഡ്രസ്സിൽ നിന്നും MAC അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതാണ് ARP. MAC അഡ്രസ്സിൽ നിന്നും IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതാണ് RARP. അടുത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് എന്നുള്ളത്. അതെന്ന് പറയുന്നത് ഒരു റൂട്ടിംഗ് മെത്തേഡാണ്. അവിടെ റൗട്ടേഴ്സ് റൂട്ടിംഗ് ടേബിൾ ഷെയർ ചെയ്യും നൈബറിങ് റൗട്ടേഴ്സായിട്ട്. അതെന്തിനാണ് അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെ വരുന്ന എക്സാമ്പിളാണ് RIP എന്നുള്ളത്, റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ. നെക്സ്റ്റ് വരുന്നതാണ് വാട്ട് ഈസ് ഫ്ലഡിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതെന്ന് പറയുന്നതും ഒരു റൂട്ടിംഗ് ടെക്നിക്കാണ്. അവിടെ പാക്കറ്റ്സ് ആർ സെൻഡ് ത്രൂ ഓൾ പോസിബിൾ പാത്ത്സ്, എല്ലാ പോസിബിൾ പാത്ത്സിലൂടെ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്ന റൂട്ടിംഗ് ടെക്നിക്കാണ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് 3-way ഹാൻഡ് ഷേക്ക് എന്നുള്ളത്. 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും TCP കണക്ഷൻ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രോസസ്സാണ്. അവിടെ വരുന്നത് സിങ്ക്രണൈസ് അക്നോളജ് എന്നാണ് വരുന്നത്. യൂസ് ടു എസ്റ്റാബ്ലിഷ് എ റിലയബിൾ കണക്ഷൻ, അതായത് ഒരു റിലയബിൾ കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ ഈ TCP കണക്ഷനിൽ 3-way ഹാൻഡ് ഷേക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോൾ എന്നുള്ളത്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് ലോ എഫിഷ്യൻസി, പിന്നെ വരുന്നതാണ് സ്ലോ ട്രാൻസ്മിഷൻ. ലാസ്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നതാണ് വേസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ഡ്യൂ ടു വെയിറ്റിംഗ് ഫോർ അക്നോളജ്മെൻറ്റ് എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബ്രിഡ്ജസ് ഫ്രം സ്വിച്ചസ് എന്നുള്ളത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് സെഗ്മെൻറ്റ്സിനെ കണക്ട് ചെയ്യാനാണുള്ളത്. സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ഡിവൈസസിന് അവിടെ കണക്ട് ചെയ്യും. ഫ്യൂവർ പോർട്സ് ആണ് ബ്രിഡ്ജിലുള്ളതെങ്കിൽ സ്വിച്ചിൽ മോർ പോർട്സ് ആണുള്ളത്. സ്ലോവർ ആണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പയർഡ് ടു ബ്രിഡ്ജ് ഇറ്റ് ഈസ് ഫാസ്റ്റർ. പിന്നെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്, സ്വിച്ച് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ബേസ്ഡ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ റൗട്ടർ എന്നുള്ളത്. റൗട്ടർ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ദാറ്റ് ഫോർവേഡ്സ് പാക്കറ്റ്സ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് നെറ്റ്വർക്ക്സ് യൂസിങ് IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഡിഫറൻറ്റ് നെറ്റ്വർക്ക്സിലോട്ട് പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസാണ് റൗട്ടർ എന്ന് പറയുന്നത്. ഇനി എന്താണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്? റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ് ഓഫ് സെലക്ടിങ് ദ ബെസ്റ്റ് പാത്ത് ഫോർ ഡേറ്റ ട്രാൻസ്ഫർ ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ബെസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് DNS. DNS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. ഇത് ഡൊമൈൻ നെയിംസിനെ IP അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് google.com എന്നുള്ളത് നമ്മൾ IP അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് ഫോർ DNSന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ ഏതാണ്? DNS മെയിൻലി യൂസസ് UDP ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് UDP യൂസ് ചെയ്യുന്നത്? ഫോർ ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. TCP അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലാർജ് ഡേറ്റ ട്രാൻസ്ഫേഴ്സിനാണ് TCP യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ലാബിൻ്റെ വൈവ ക്വസ്റ്റ്യൻസ്. ഇത്രയും നിങ്ങൾ ബേസിക്കായിട്ട് നോക്കിയിട്ട് പോകണം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏത് പ്രോഗ്രാമാണോ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ആ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസും പഠിച്ചിട്ട് പോകണം. ഇതിപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്.